അപ്പം കളമൊക്കെ ആയി. അല്ല, ഞാൻ ദുബായിലെ ഇൻഫ്ലുവൻസേഴ്സിനെ കാണാൻ കണ്ടുമുട്ടണം, അല്ലെങ്കിൽ നമ്മളൊരു സംവാദം എന്നൊക്കെയാണ് എന്നോട് ഇക്ക പറഞ്ഞത്. തീർച്ചയായിട്ടും തുടങ്ങാൻ പോകുന്നുള്ളൂ. അതിന് ചോദ്യങ്ങളുമായിട്ട് ഇവിടെ ആളുകൾ കുറെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇവിടെ തുടങ്ങിയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ ഓ നടത്താം. ഫൈസൽ, നിങ്ങൾ എന്താ ആലോചിച്ചിരിക്കുകയാണ്? ഫൈസൽക്ക് ഇപ്പോഴും എന്താ ചോദിക്കാന്നുള്ളതാണ്. ഫൈസൽക്ക് എന്താ ചോദിക്കേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. ഫൈസൽക്ക് ചോദ്യങ്ങൾ വരും കേട്ടോ. ചോദ്യങ്ങളുടെ കാര്യത്തിൽ ഒന്നും. ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിച്ചാലോ? എന്നാല് തീർച്ചയായിട്ടും ചോദിക്കാം. ഫസ്റ്റ് ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം. കാരണം നമ്മൾ ഇപ്പം പിന്നെ ധ്യാൻ്റെ ഇൻ്റർവ്യൂവിൽ എപ്പം പുള്ളീൻ്റെ ചെറുപ്പകാലത്തൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്ന ആളാണ്. എന്തൊക്കെ ചെറുപ്പത്തിൽ കുരുത്തക്കേട് കളിച്ചാൽ എല്ലാം തുറന്ന് പറയുന്ന ആളാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് ചോദ്യം, എത്രാമത്തെ വയസ്സിലാണ് പ്രണയിക്കാൻ തുടങ്ങിയത്? 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ? ഇല്ല, ഞാൻ ഒരു 1ാം ക്ലാസ്സിലൊക്കെ ഉള്ള സമയത്ത് ആദ്യത്തെ പ്രണയം. അല്ല, അതൊരു പ്രണയമാണോ നമുക്കറിയില്ലല്ലോ അന്നൊരു. അത് അതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ട്വിൻസായിരുന്നു. അപ്പോൾ ട്വിൻസ് ആകുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരുത്തി ലീവാണെങ്കിലും മറ്റേ ഉണ്ടാവും. പിന്നെ ഒരാൾ ഓക്കെ അല്ലെങ്കിലും മറ്റേ ആൾ ചിലപ്പോൾ ഓക്കെ ആവാൻ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഏതെങ്കിലും ഒരാൾ, രണ്ടാളും കാണാൻ ഒരേപോലെയാണല്ലോ, ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി എന്നുള്ളൊരു. ഞാൻ 4ാം ക്ലാസ്സിൽ പ്രേമിച്ചു. അപ്പോഴേക്ക് അച്ഛൻ നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് പഠനം മാറ്റിയപ്പോൾ ആ പ്രണയം അവിടെ പോയി മുറിഞ്ഞുപോയി. അതായിരുന്നു ആദ്യത്തെ പ്രണയം. ഒക്കെ ചോദിച്ചുകൊണ്ട് ഓർമ്മ ഒന്ന് പുതുക്കിയത്. തൃപ്തിയായോ? തൃപ്തിയായി. ആ കുട്ടീൻ്റെ പേര് ഓർമ്മയുണ്ടോ? പേരുണ്ട്, നികിതയും നിഹാരികയും. ഒരാളെ പേര് അതാ നികിത എന്നിട്ട്. അത് ഉറപ്പാണ്. അപ്പം പേരും കിട്ടി. ഇനി ഫൈസൽക്കാക്ക് ഇനി ഇപ്പോൾ ആ കുട്ടികളെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി ഇത് ഉണ്ടാക്കി പറഞ്ഞതേ ഞാൻ പറയുള്ളൂ. അല്ല, സത്യമായിട്ടും പേര് പറഞ്ഞ രണ്ടും തെറ്റാ, ഞാൻ വെറുതെ പറഞ്ഞു. അല്ല, അവിടെ ഫൈസൽക്ക ഒരെണ്ണം പിടിച്ച് അല്ലേ? ഫൈസൽക്ക ഇങ്ങനെ എല്ലാവരോടും പ്രണയം ചോദിക്കുന്ന ഒരാളാണ്. ഇവിടെ ഇന്നാള് ആദ്യം പ്രണയം ചോദിക്കുന്നത് ഫൈസൽക്ക എത്ര വരെ പ്രണയിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയേണ്ടത്. ഇവിടെ ഈ ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ നിങ്ങളൊക്കെ ഒരു മറുപടി കിട്ടുമോ? ഞാന് 1ാം ക്ലാസ് എന്നല്ല, ജനിച്ച അന്ന് മുതലേ പ്രണയിച്ചോണ്ട്. അതെ അല്ലേ? അപ്പം എന്താ അതിനൊരു ഉത്തരത്തിന്? അല്ല, എനിക്ക് സന്തോഷം. തൃപ്തനായി. അതെ അല്ലേ? അതെ. അലിനോട് ചോദിക്കട്ടെ, അലിക്ക് ഇപ്പം പ്രണയം ഉണ്ടോ? പിന്നെ ഇല്ലേ? ഉണ്ടോ? പിന്നെ ഇപ്പോഴും ഉണ്ട് പ്രണയം. ഇപ്പോഴും പ്രണയിച്ചോണ്ടിരിക്കൽ എന്റെ വീട്ടിലിരിക്കുന്ന വൈഫിനെ. അത് മോളുള്ളോണ്ടാ? ഇത് സത്യമാണ് പറയുന്നത് അല്ലേ? ഈ വീട്ടിലിരിക്കുന്ന വൈഫിനെ ഒഴിച്ച് വേറെ പ്രണയം ഉണ്ടെന്നാ ചോദിച്ചത്. പ്രണയം എല്ലാവർക്കും ഉണ്ടല്ലോ. അതാ ചോദിച്ചത്. പ്രണയം എന്ന് വെച്ചാൽ ഏത് രീതിക്കും ആകല്ലോ അല്ലേ? സ്നേഹം, നല്ല സുഹൃത്ത്, ഇതാണല്ലോ. ഞാനും അങ്ങനെ തന്നെ അല്ലേ? അതെ. അപ്പം എന്തായാലും ഞാൻ ഈ പറയുന്ന പോലെ ധ്യാൻ എന്നറിയുന്ന ആള് സിനിമ ധ്യാൻ പറഞ്ഞൊരു ഷാഫിയുടെ ഒരു പ്രോഗ്രാമിൽ പോയി പറഞ്ഞ ഒരു പോയിന്റാണ്. അതുമായിട്ട് അജു വർഗീസ് പറഞ്ഞത് ഇങ്ങനെ പറയാൻ തൻ്റെ ഇടമുള്ള ഒരാളേ ഉള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. എന്താണ് പറഞ്ഞതെന്നറിയാം? എൻ്റെ സിനിമ കണ്ടില്ലെങ്കിലും നിങ്ങളെല്ലാം എൻ്റെ ഇന്റർവ്യൂ കാണണമെന്നാണ് പറഞ്ഞത് അല്ലേ? ഷാഫി പറമ്പിലെ ആ കോളേജ് ഫംഗ്ഷൻ പോയപ്പോൾ. അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണ്? അല്ല, അയ്യോ, ഞാനത് തമാശക്ക്. അല്ല, എങ്കിലും തമാശ അത് സീരിയസ് ആയിട്ട് എല്ലാവരും എടുത്തിട്ടുണ്ട്. ഒരിക്കലും ഇല്ല. അല്ല, ഞാനത് അതൊന്ന് വിക്ടോറിയ കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ യൂണിയൻ ഡേ ഫംഗ്ഷൻ, യൂണിയൻ ഇനോഗ്രേഷനാണ് ഞാൻ പോയത്. അപ്പോൾ ഷാഫി പറമ്പിൽ MLA സുഹൃത്തും കുറേ കാലമായിട്ട് എന്നെ വിളിക്കുന്ന, ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന പുള്ളി. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആ സമയത്ത് അവിടെ വന്നപ്പം ഒരു സാഹചര്യം ഒത്തപ്പം ഞങ്ങൾ പോയി. അപ്പം സ്വാഭാവികമായിട്ടും കോളേജ് ഫംഗ്ഷനാണല്ലോ. അപ്പം നമുക്ക് പിള്ളേരുമായിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ലൈറ്റ് ഹാർട്ടഡായിട്ട് സംസാരിക്കാം. പിന്നെ അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ, ഞാൻ സ്റ്റേജിലോട്ട് കയറി വരുമ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കര, ഞാൻ കുറേ കാലത്തിന് ശേഷം കോളേജ് പരിപാടിക്കൊക്കെ പോകുന്നത്, ഭയങ്കര സന്തോഷവും സ്നേഹമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഇവരൊന്നും എൻ്റെ അടുത്ത കാലത്ത് എൻ്റെ ഒരു സിനിമ എന്തായാലും കണ്ടിട്ട് കാണില്ല. ഈ സ്നേഹമൊക്കെ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിലൂടെ നമുക്ക് കിട്ടിയൊരു ഒരു വെൽക്കമിങ്, അല്ലെങ്കിൽ അതെൻ്റെ ആണെന്നുള്ളത്. അപ്പം ഞാനത് വളരെ ലൈറ്റായിട്ട് പറഞ്ഞ കാര്യം. അത് ഞാൻ സീരിയസ് ആയിട്ട് എന്താ വെച്ചാൽ സിനിമ കാണരുതെന്നല്ല. ഏപ്രിൽ 11 ഏട്ടൻ്റെ പടം വർഷങ്ങൾക്ക് ശേഷം റിലീസാണ്. അത് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പുറത്ത് എല്ലാവരും പോയി കാണുന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ സിനിമ ഉണ്ടെങ്കിലേ ഇൻ്റർവ്യൂ ഉള്ളൂ. കാരണം സിനിമയുടെ ഇൻ്റർവ്യൂവിനാണ്, പ്രൊമോഷനാണല്ലോ നമ്മൾ പോകുന്നത്.